Hello, dear students. Let us today discuss the President, his powers, and responsibilities. In the last video, we have discussed the different powers of Indian President, and we are now going to explain each of them. First one is executive power. All the executive powers of Union shall be vested in the President. These powers should be exercised by him in accordance with the Constitution of India. എല്ലാ തരത്തിലുള്ള കാര്യനിർവഹണത്തിൻ്റെ അധികാരങ്ങളും ഉള്ളത് പ്രസിഡൻറ്റിൻ്റെ പക്ഷമാണെങ്കിൽ പോലും ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ചിട്ടാണ് അത് നിർവഹിക്കാൻ അദ്ദേഹത്തിന് അധികാരമുള്ളൂ. ഓക്കെ, ഇന്ത്യയിലെ ഒട്ടുമിക്ക പ്രധാനപ്പെട്ട സ്ഥാനങ്ങളിലും നിയമനം നടത്തുന്നത് പ്രസിഡൻ്റാണ്. അതായത് ജഡ്ജസ് ഓഫ് ദ സുപ്രീം കോർട്ട് ആൻഡ് ദ ഹൈ കോർട്ട്സ് ഇൻ ദ സ്റ്റേറ്റ്സ്, അറ്റോർണി ജനറൽ, കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ, ഇത്തരത്തിലുള്ള എല്ലാ കീ പൊസിഷനിലേക്കും അപ്പോയിൻമെൻറ്റ് നടത്തുന്നത് പ്രസിഡൻ്റാണ്. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ പ്രധാനപ്പെട്ട വളരെ ക്രിട്ടിക്കലായിട്ടുള്ളൊരു പവറാണ് പാർഡണിങ് പവർ, അതായത് മാപ്പ് കൊടുക്കാനുള്ള അധികാരം. അപ്പം ദയാഹർജികൾ, അതായത് ഡെത്ത് സെൻറ്റൻസിന് വിധിക്കപ്പെട്ടിട്ടുള്ള ആളുകൾ ദയാഹർജികൾ കൊടുക്കുന്നത് പ്രസിഡൻറ്റിനാണ്. പ്രസിഡൻറ്റ് മാപ്പ് വിട്ടയക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വധശിക്ഷയിൽ നിന്നും ഇളവ് ലഭിക്കുന്നതാണ്. ഓക്കെ, നെക്സ്റ്റ് ഇസ് ലെജിസ്ലേറ്റീവ് പവർ. ഹി ക്യാൻ ഡിസോൾവ് ദ ലോക്സഭ ആൻഡ് എൻഡ് എ സെഷൻ ഓഫ് പാർലമെൻറ്റ്. അതായത് ലോക്സഭ പിരിച്ചുവിടാനും ഡിസോൾവ് ചെയ്യാനും അതുപോലെ തന്നെ ഓരോ സെഷൻസും അവസാനിപ്പിക്കാനുമുള്ള അധികാരം പ്രസിഡൻറ്റിൻ്റെയാണ്. അതുകൂടാതെ ഹി ക്യാൻ ഓൾസോ അഡ്രസ് ദ പാർലമെൻറ്റ് ഇൻ ഇറ്റ്സ് ഫസ്റ്റ് സെഷൻ എവറി ഇയർ. എല്ലാ വർഷവും ആദ്യത്തെ പാർലമെൻറ്റ് സമ്മേളനങ്ങളിൽ അഡ്രസ്സ് ചെയ്ത് സംസാരിക്കുന്നത് പ്രസിഡൻ്റാണ്. ഓക്കെ, ഹി ക്യാൻ നോമിനേറ്റ് 12 മെമ്പേഴ്സ് ടു രാജ്യസഭ. 12 പേരെ അദ്ദേഹത്തിന് നാമനിർദ്ദേശം ചെയ്യാം. ഈ മെമ്പേഴ്സ് എക്സ്ട്രാ ഓർഡിനറി ആയിട്ടുള്ള എന്തെങ്കിലും കഴിവുകൾ തെളിയിച്ചിട്ടുള്ള ആളുകളായിരിക്കണം. അതായത് സയൻസ്, ആർട്സ്, ലിറ്ററേച്ചർ ആൻഡ് സോഷ്യൽ സർവീസ്, ഈ ഏതെങ്കിലും മേഖലകളിൽ എക്സ്ട്രാ ഓർഡിനറി പെർഫോമൻസസ് കാഴ്ചവെക്കുന്ന വ്യക്തികളെയാണ് പ്രസിഡൻറ്റ് രാജ്യസഭയിലേക്ക് നോമിനേറ്റ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് ഹി ക്യാൻ ഓൾസോ നോമിനേറ്റ് 2 മെമ്പേഴ്സ് ടു ലോക്സഭ ഫ്രം ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ 104-ാം അമെൻമെൻറ്റ് പ്രകാരം ഇത് റദ്ദ് ചെയ്തിട്ടുണ്ട്. അതായത് ആംഗ്ലോ ഇന്ത്യൻ കമ്മ്യൂണിറ്റി റെപ്രസെൻറ്റേഷൻ റദ്ദ് ചെയ്തുകൊണ്ട് ഒരു അമെൻമെൻറ്റ് ഇറങ്ങിയിട്ട് പ്രസിഡൻറ്റിന് ബില്ലുകൾ പാസ്സാക്കാൻ വേണ്ടി വരുന്ന സമയത്ത് എയ്തർ അദ്ദേഹത്തിന് അസെൻറ്റ് കൊടുക്കാം അല്ലെങ്കിൽ അദ്ദേഹത്തിന് വിത്ത്ഹോൾഡ് ചെയ്ത് വെക്കാം, അതായത് തടഞ്ഞു വെക്കാനുള്ള അധികാരമുണ്ട്. വീണ്ടും ഒരു പരിഗണനയ്ക്കായിട്ട് അത് തിരിച്ച് പാർലമെൻറ്റിലേക്ക് റിട്ടേൺ ചെയ്യാനുള്ള അധികാരവും അദ്ദേഹത്തിനുണ്ട് ബില്ല് പാസ്സാക്കുന്ന സമയത്ത്. പക്ഷേ മണി ബിൽസ്, ധനബില്ലുകൾ ഒരിക്കലും അങ്ങനെ വിത്ത്ഹോൾഡ് ചെയ്ത് വയ്ക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല. നെക്സ്റ്റ് ഇസ് ഡിപ്ലോമാറ്റിക്, മിലിറ്ററി ആൻഡ് ജുഡീഷ്യൽ പവേഴ്സ് ഓഫ് പ്രസിഡൻറ്റ്. ദാറ്റ് ഇസ് he appoints ambassadors and high commissioners to other countries. എല്ലാ തരത്തിലുള്ള ഇൻ്റർനാഷണൽ കരാറുകളും, അതായത് ഇന്ത്യയും വിദേശ രാജ്യങ്ങളും തമ്മിലുള്ള ധാരണകളിൽ ഒപ്പുവയ്ക്കുന്നത് പ്രസിഡൻ്റാണ്. അതുകൂടാതെ അണ്ടർ മിലിറ്ററി പവേഴ്സ് ഹി ക്യാൻ ഡിക്ലെയർ വാർ ആൻഡ് കൺക്ലൂഡ് പീസ്. അതായത് യുദ്ധം പ്രഖ്യാപിക്കാനും യുദ്ധം അവസാനിപ്പിച്ച് സമാധാനം പ്രഖ്യാപിക്കാനും ഉള്ള അധികാരം പ്രസിഡൻറ്റിനാണുള്ളത്. അതുകൂടാതെ ഹി അപ്പോയിൻറ്റ്സ് ചീഫ് ഓഫ് ആർമി, നേവി ആൻഡ് എയർഫോഴ്സ്. ഹി ക്യാൻ ഡിസ്മിസ് ജഡ്ജസ് ഇഫ് 2/3 majority of the members present of the 2 houses of the parliament pass the resolution to that effect. അതായത് ജഡ്ജിമാർ എന്തെങ്കിലും ക്രമക്കേടുകൾ അല്ലെങ്കിൽ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു അറിയുന്ന സമയത്ത് അദ്ദേഹത്തിനെ അവരെ പിരിച്ചുവിടാനുള്ള അധികാരമുള്ളത് പ്രസിഡൻറ്റിനാണ്. പക്ഷേ 2/3 മെജോറിറ്റിയിൽ സഭകളുടെ കൺസെൻറ്റ് അദ്ദേഹം വാങ്ങിയിരിക്കണം എന്നുള്ളതാണ് നിയമം. നെക്സ്റ്റ് ഇസ് എമർജൻസി പവേഴ്സ്. ഹി ക്യാൻ ഡിക്ലെയർ നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ഫിനാൻഷ്യൽ എമർജൻസി. എമർജൻസി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അടിയന്തരാവസ്ഥയാണ്. എന്തെങ്കിലും ക്രിട്ടിക്കലായിട്ടുള്ളൊരു അവസ്ഥ ഉണ്ടാകുന്ന സമയത്ത് പ്രഖ്യാപിക്കുന്നതാണ് എമർജൻസി. ഓക്കെ,
മൂന്ന് തരത്തിലുള്ള എമർജൻസിയാണ് പ്രധാനമായിട്ടുള്ളത്: നാഷണൽ, സ്റ്റേറ്റ് ആൻഡ് ഫിനാൻഷ്യൽ. നാഷണൽ എമർജൻസി ക്യാൻ ബി ഡിക്ലെയർ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് വാർ, എക്സ്റ്റേണൽ അഗ്രഷൻ ഓർ ആംഡ് റിബല്യൻ ഇൻ ദ കൺട്രി. അതായത് യുദ്ധങ്ങൾ, അധിനിവേശങ്ങൾ അല്ലെങ്കിൽ സായുധ കലാപങ്ങൾ ഇവയിൽ ഏതെങ്കിലും അല്ലെങ്കിൽ ഇവയിൽ മൂന്നും ഒക്കെ ഉണ്ടാകുന്ന സമയത്താണ് നാഷണൽ എമർജൻസി പ്രഖ്യാപിക്കപ്പെടുന്നത്. ദിസ് ക്യാൻ ബി ഡൺ ഓൺ ദ റിട്ടൺ റിക്വസ്റ്റ് ഓഫ് ദ ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ആഫ്റ്റർ ദ പ്രൊക്ലമേഷൻ ഹാസ് ബീൻ അപ്രൂവ്ഡ് ബൈ ദ പാർലമെൻറ്റ്. പാർലമെൻറ്റിൽ ഇത് അപ്രൂവ് ചെയ്തതിന് ശേഷം, ഈ ഒരു തീരുമാനം അപ്രൂവ് ചെയ്തതിന് ശേഷം ക്യാബിനറ്റ് മിനിസ്റ്റർമാരുടെ എഴുത്താലെയുള്ള റിക്വസ്റ്റ് പ്രകാരമാണ് എമർജൻസി പവേഴ്സ് പ്രസിഡൻറ്റ് പ്രഖ്യാപിക്കുക. ഓക്കെ. സ്റ്റേറ്റ് എമർജൻസി ക്യാൻ ബി ഇമ്പോസ്ഡ് ഇൻ എ സ്റ്റേറ്റ് ഇഫ് ഇറ്റ് ഫെയിൽസ് ടു റൺ കോൺസ്റ്റിറ്റ്യൂഷണലി. ഭരണഘടനാ നിർദ്ദേശപ്രകാരം ഭരണം നിർവഹിക്കാൻ ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ കഴിയാതെ വരികയാണെങ്കിൽ അത്തരം സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് എമർജൻസി പ്രഖ്യാപിക്കുന്നത്, സംസ്ഥാന എമർജൻസി പ്രഖ്യാപിക്കാൻ പ്രസിഡൻറ്റിന് അധികാരം. നെക്സ്റ്റ് ഇസ് അബൌട്ട് ഫിനാൻഷ്യൽ എമർജൻസി. അതായത് ഫിനാൻഷ്യൽ ആയിട്ടുള്ള അസ്ഥിരതകൾ അനുഭവപ്പെടുമ്പോൾ, ഇൻസ്റ്റെബിലിറ്റീസ് അനുഭവപ്പെടുന്ന സമയത്താണ് ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിക്കുക. ഇന്ത്യയിൽ ഇതുവരെ ഫിനാൻഷ്യൽ എമർജൻസി പ്രഖ്യാപിച്ചിട്ടില്ല. Next is about financial powers. Only when the president recommends can a money bill be introduced in the parliament. അതാണ് പ്രധാനപ്പെട്ട ഒരു ഫിനാൻഷ്യൽ പവർ എന്ന് പറയുന്നത്. അതായത് മണി ബില്ല് പാർലമെൻറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ അത് പ്രസിഡൻറ്റിൻ്റെ റെക്കമെൻഡേഷനോട് കൂടെ മാത്രമേ കഴിയുകയുള്ളൂ. ഹി ലേസ് ദ യൂണിയൻ ബഡ്ജറ്റ് ബിഫോർ ദ പാർലമെൻറ്റ് ആൻഡ് മേക്സ് അഡ്വാൻസസ് ഔട്ട് ഓഫ് ദ കണ്ടിജൻസി ഫണ്ട്. പാർലമെൻറ്റിന് മുൻപാകെ യൂണിയൻ ബഡ്ജറ്റ് സമർപ്പിക്കുന്നത് പ്രസിഡൻ്റാണ്. അതുകൂടാതെ ആകസ്മികമായിട്ടുണ്ടാകുന്ന സാഹചര്യങ്ങളിൽ ഉപയോഗിക്കുന്ന ഫണ്ടാണ് കണ്ടിജൻസി ഫണ്ട്. അതിൽ നിന്നും അഡ്വാൻസ് അനുവദിക്കാൻ ഉള്ള പവർ പ്രസിഡൻറ്റിനാണ് ഉള്ളത്. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ പവേഴ്സ് ഓഫ് ദ പ്രസിഡൻറ്റ്. നൗ വി ഷാൽ ഡിസ്കസ് ദ സാലറി ഓഫ് ദ പ്രസിഡൻറ്റ്. പ്രസിഡൻറ്റിൻ്റെ സാലറിയും അതുപോലെ മറ്റുള്ള അലവൻസസും ഒക്കെ ഫിക്സ് ചെയ്യുന്നത് ഇന്ത്യൻ പാർലമെൻറ്റാണ്. പ്രതിമാസം 1,50,000 രൂപയാണ് പ്രസിഡൻറ്റിൻ്റെ ഇന്നത്തെ സാലറി. ഇനി നമുക്ക് പ്രസിഡൻറ്റിൻ്റെ ഓഫീസ് എങ്ങനെയാണ് വേക്കൻ്റ് ആവുന്നത് എന്നാണ് നോക്കാനുള്ളത്. അതായത് ആ സ്ഥാനം ഒഴിഞ്ഞു കിടക്കുന്നത് എപ്പോൾ. A vacancy in the office of the president may be caused in any of the following ways. First one, on expiry of his term of 5 years. 5 വർഷം കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ഒരു സ്ഥാനം ഒഴിവുണ്ടാവും. അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടെ, അല്ലെങ്കിൽ അദ്ദേഹം റിസൈൻ ചെയ്യുന്നതോടുകൂടെ, അല്ലെങ്കിൽ ഓൺ ഹിസ് റിമൂവൽ ബൈ ഇംപീച്ച്മെൻറ്റ്. അതായത് സ്ഥാനത്ത് നിന്നും ഒരു പ്രസിഡൻറ്റിനെ നീക്കാനുള്ള നടപടികളാണ് ഇംപീച്ച്മെൻ്റ് എന്നറിയപ്പെടുന്നത്. അപ്പോൾ ഇംപീച്ച്മെൻറ്റോടുകൂടെ അവിടെ ഒരു വേക്കൻസി ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ. ഇനി നമുക്ക് ഇംപീച്ച്മെൻറ്റ് എന്താണ് എന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇംപീച്ച്മെൻറ്റ് ഇസ് ദ പ്രോസസ് ടു റിമൂവ് ദ പ്രസിഡൻറ്റ് ഓഫ് ഇന്ത്യ ഫ്രം ഹിസ് ഓഫീസ് ബിഫോർ ഹിസ് ടേംസ് എക്സ്പയേഴ്സ്. അദ്ദേഹത്തിൻ്റെ കാലാവധി കഴിയുന്നതിന് മുൻപ് തൽസ്ഥാനത്ത് നിന്നും പ്രസിഡൻറ്റിനെ നീക്കം ചെയ്യാനുള്ള നടപടികളെയാണ് ഇംപീച്ച്മെൻറ്റ് എന്ന് പറയുന്നത്. The impeachment can be carried out if the Constitution of India is violated by the President, and the proceedings can be initiated in either of the two houses of the Parliament. അദ്ദേഹത്തിൻ്റെ നടപടികൾ ഭരണഘടനാ വിരുദ്ധമാവുകയാണെങ്കിലാണ് സ്വാഭാവികമായിട്ടും ഇംപീച്ച്മെൻറ്റിന് വേണ്ടിയിട്ട് നിർദ്ദേശിക്കപ്പെടുന്നത്. അതായത് രണ്ടിൽ ഏതെങ്കിലും ഒരു പാർലമെൻറ്റ് ഹൗസ് ഇതിന് ഇനീഷ്യേറ്റീവ് എടുക്കുമ്പോഴാണ് ഇംപീച്ച്മെൻറ്റിന് ഒരു പ്രസിഡൻറ്റ് നിർദ്ദേശിക്കപ്പെടുന്നത്. ഓക്കെ. 2/3 മെജോറിറ്റി ഈസ് റിക്വയർഡ് ടു പാസ് ദ റെസൊല്യൂഷൻ ഇൻ ദ ഹൗസ്. 3/2 മെജോറിറ്റിയോടുകൂടെ ഈ ഒരു നിർദ്ദേശം അംഗീകരിക്കപ്പെടുമ്പോൾ മാത്രമാണ് ഒരു പ്രസിഡൻറ്റ് ഇംപീച്ച്മെൻറ്റ് ചെയ്യപ്പെടുന്നത്. ഓക്കെ. Thereafter a notice signed by a quarter of the members of the house and containing the charges is sent to the president. അതായത്
ഇത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ ഒരു ആവശ്യം അംഗീകരിക്കപ്പെട്ട് കഴിയുമ്പോൾ കാൽഭാഗമെങ്കിലും, അതായത് പാർലമെൻറ്റിനെ കാൽഭാഗത്തോളം മെമ്പേഴ്സ് ഒപ്പിട്ടിട്ട് എന്തൊക്കെയാണ് ഇദ്ദേഹത്തിൻ്റെ പേരിലുള്ള ചാർജസ് എന്ന് എഴുതിയിട്ടുള്ള ഒരു നോട്ടീസ് ഇദ്ദേഹത്തിന് സെൻഡ് ചെയ്യുന്നു. After 14 days, the charges are taken into consideration by the other house, and in the meantime, the president can defend himself. അദ്ദേഹത്തെ ഇംപീച്ച്മെൻറ്റിന് വേണ്ടി റെക്കമെൻഡ് ചെയ്തിട്ടുള്ളതല്ലാത്ത മറ്റേ ഹൗസ് ഉണ്ടല്ലോ. അപ്പോൾ ലോക്സഭയാണ് നിർദ്ദേശിച്ചിട്ടുള്ളെങ്കിൽ രാജ്യസഭയാണെങ്കിൽ ലോക്സഭ. ഓക്കെ, അങ്ങനെ അതർ ഹൗസ് എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു കാര്യം കൺസിഡറേഷനിലേക്ക് എടുക്കുകയും ചർച്ചയ്ക്ക് എടുക്കുകയും ചെയ്യും. ഈ ഒരു സമയത്ത് പാർലമെൻറ്റിൽ അദ്ദേഹത്തിൻ്റെ നിരപരാധിത്വം തെളിയിക്കാനുള്ളൊരു സമയമാണ് പ്രസിഡന്റ്. ഇഫ് ദ ചാർജസ് ആർ അപ്രൂവ്ഡ് ബൈ ദ സെക്കൻഡ് ഹൗസ് ഓൾസോ, ദെൻ ദ പ്രസിഡന്റ് ഇസ് സെറ്റ് ടു ഹാവ് ബീൻ ഇംപീച്ച്ഡ്. ഹി ഹാസ് ടു ലീവ് ഹിസ് ഓഫീസ്. ഓക്കെ, അപ്പം രണ്ടാമത്തെ ഹൗസും ഈ ഒരു കുറ്റകൃത്യം അംഗീകരിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഇംപീച്ച് ചെയ്യുന്നു. അതോടുകൂടെ അദ്ദേഹം തൽസ്ഥാനത്ത് നിന്നും നീക്കം ചെയ്യപ്പെടുന്നു. സോ ദീസ് ആർ ഓൾ ദ പെക്യുലാരിറ്റീസ് ഓഫ് ഇന്ത്യൻ പ്രസിഡന്റ്. So hereby we are winding up our session. We shall meet in the next video. Thank you for watching.